വയോധികരുടെയും മദ്യപിച്ച് അബോധാവസ്ഥയിലാവുന്നവരുടെയും പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും കവരുന്ന കേസിൽ പത്തനാപുരം പോലീസിന്റെ പിടിയിലായ പ്രതികൾ നിരവധി കേസുകളിലെ പ്രതികളെന്ന സൂചന. പനിമൂലം തളർന്ന് റോഡിലിരുന്ന വയോധികന്റെ പണവും രേഖകളും കൈക്കലാക്കിയ ശേഷം കാട്ടിലുപേക്ഷിച്ച കേസിൽ പ്രതികളായ പത്തനാപുരം പഞ്ചായത്ത് ഓഫീസിന് സമീപം പന്തളം സ്വദേശി 32-കാരനായ ഷെഫീഖ്, പത്തനാപുരം ടൌണിൽ ഓട്ടോ ഡ്രൈവറായ നടുമുരിപ്പ് മണ്ണായിക്കോണം മാമൂട്ടുപുരയിടത്തിൽ 28-കാരൻ അനീഷ് എന്നിവരാണ് സമാന രീതിയിലുള്ള കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് സൂചന ലഭിച്ചത്. വിമുക്ത ഭടനായ കൂടൽ സ്വദേശി 70 വയസ്സുകാരൻ ജേക്കബിനെ പണവും വിലപ്പെട്ട സാധനങ്ങളും കവർന്ന ശേഷം വനത്തിൽ തള്ളിയെന്ന പരാതിയിലാണ് പ്രതികളെ പിടികൂടിയത്. പത്തനാപുരത്ത് സെൻട്രൽ ജംഗ്ഷനിൽ പനിമൂലം തളർന്നിരുന്ന ജേക്കബിനെ ബന്ധുക്കളെന്ന വ്യാജേന എത്തിയ സംഘം വീട്ടിലാക്കാമെന്ന് ധരിപ്പിച്ച് ഓട്ടോയിൽ കയറ്റിയ ശേഷം പുന്നല റോഡിൽ വിജനമായ യൂക്കാലി വനത്തിൽ എത്തിച്ച് കൈവശമുണ്ടായിരുന്ന 8,200 രൂപയും വാച്ചും കണ്ണാടിയും റേഷൻ കാർഡും കൈക്കലാക്കിയ ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. വിറക് ശേഖരിക്കാനെത്തിയ സ്ത്രീകളാണ് പ്രദേശവാസികളെ വിവരം അറിയിച്ചത്. പ്രതികളെപ്പറ്റി വ്യക്തമായ സൂചനയില്ലാതെ അന്വേഷണം നടന്നുവരുന്നതിനിടെ പത്തനാപുരം ടൌണിൽ ബാർ ഹോട്ടലിന് മുന്നിൽ കണ്ട പ്രതി ഷെഫീഖിനെ ജേക്കബ് തിരിച്ചറിഞ്ഞ് പോലീസിനെ വിവരം അറിയിച്ചു. സ്ഥലത്ത് പോലീസ് എത്തിയതറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ എസ്ഐ മുബാറക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. സംഘത്തിലെ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. പത്തനാപുരം ടൌണിലെത്തുന്ന വൃദ്ധരെയും മദ്യപാനികളെയും സമീപിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ ബന്ധുവാണെന്ന് നടിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി പണവും വിലപ്പെട്ട സാധനങ്ങളും കവരുന്ന സംഘത്തിലെ പ്രധാന പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. പത്തനാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാന രീതിയിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.